എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് മൈതാനത്തെ പച്ചപ്പുല്ലിൽ ചോരയും നീരും ഒഴുക്കി ഒരു പോരാളി വിശ്വവിജയിയാകുമ്പോൾ അതിന്റെ മുഴക്കം വെറും സ്റ്റേഡിയത്തിൽ മാത്രം ഒതുങ്ങില്ല. മറിച്ച് ആ വിജയം ആ താരത്തിന്റെ വീടിനും നാടിനും രാജ്യത്തിനും ഒരു മഹാ ഉത്സവമായി മാറും. T20 ലോകകപ്പ് 2026 ആവേശകരമായ മഹാഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസ് എന്ന അതിഭീകരമായ മാർജിനിൽ തകർത്തെറിഞ്ഞ് വെള്ളിത്തിളക്കമുള്ള ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ നെഞ്ചോട് ചേർത്തപ്പോൾ 140 കോടി ഭാരതീയരുടെ നെഞ്ചാണ് അഭിമാനം കൊണ്ടുവിരിഞ്ഞത്. 255 റൺസ് എന്ന റൺമല പടുത്തുയർത്തിയ സഞ്ജു സാംസണിന്റെ ആ 8 ഗഗനചാരികളായ സിക്സറുകളും കീവീസ് ബാറ്റർമാരുടെ അന്തകനായി മാറിയ ജസ്പ്രീത് ബുംറയുടെ 15 റൺസും 4 വിക്കറ്റുമെന്ന ആ മാരക സ്പെല്ലും ഇന്ത്യൻ സിംഹങ്ങളുടെ കരുത്തായിരുന്നു. എന്നാൽ ഈ മഹാവിജയത്തിന്റെ യഥാർത്ഥ ശില്പിയും മാസ്റ്റർ മൈൻഡും നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ മിസ്റ്റർ 360 സൂര്യകുമാർ യാദവായിരുന്നു. ലോക ചാമ്പ്യനായി തന്റെ ജന്മനാടായ മഹാരാഷ്ട്രയിലേക്കും ആംചി മുംബൈയിലേക്കും മടങ്ങിയെത്തിയ സൂര്യയ്ക്ക് ലഭിച്ചത് ചരിത്രപരമായ രാജകീയ സ്വീകരണമാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് നേരിട്ടെത്തി നായകനെ സ്വീകരിച്ചപ്പോൾ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു മഹാസമ്മാനമായിരുന്നു. മഹാരാഷ്ട്രയുടെ പേര് ലോകത്തിന്റെ നെറുകയിലെത്തിച്ചതിന് സൂര്യകുമാർ യാദവിന് 10 കോടി രൂപയുടെ ഭീമമായ ചെക്കും മഹാരാഷ്ട്ര പോലീസിൽ അതീവ ആദരണീയമായ DSP പദവിയുമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 10 കോടിയും DSP യൂണിഫോമും എന്ന വലിയ ബഹുമതി കേട്ടപ്പോൾ മൈതാനത്തെ എതിരാളികളെ വിറപ്പിക്കുന്ന സൂര്യയ്ക്ക് തന്റെ വികാരങ്ങൾ അടക്കാനായില്ല. അദ്ദേഹം വേദിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുപോയി. ഈ 10 കോടിയുടെയും DSP പദവിയുടെയും മൂല്യം മനസ്സിലാക്കണമെങ്കിൽ സൂര്യകുമാർ യാദവ് എന്ന പോരാളിയുടെ കഠിനാധ്വാനം നാം അറിയണം. രോഹിത് ശർമ്മ വിരമിച്ചപ്പോൾ നായകസ്ഥാനം സൂര്യയുടെ കൈകളിലെത്തിയപ്പോൾ പലരും സംശയിച്ചു, ഈ സമ്മർദ്ദത്തിനിടയിൽ ആ അക്രമാസക്തമായ ബാറ്റിംഗ് സൂര്യയ്ക്ക് പുറത്തെടുക്കാൻ കഴിയുമോ? 2023 ലോകകപ്പിലെ തോൽവിക്ക് പകരം വീട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? എന്നാൽ തന്റെ നിശബ്ദവും ബുദ്ധിപരമായ നായകത്വത്തിലൂടെ വിമർശകരുടെ വായ സൂര്യ അടപ്പിച്ചു. ഫൈനലിൽ ബുംറയെയും അക്സർ പട്ടേലിനെയും അദ്ദേഹം ഉപയോഗിച്ച രീതി ന്യൂസിലൻഡിനെ 159 റൺസിൽ എറിഞ്ഞൊതുക്കാൻ കാരണമായി. മുംബൈയിലെ തെരുവുകളിൽ ടെന്നീസ് ബോൾ കളിച്ചു പഠിച്ച ആ നിർഭയത്വമാണ് ഇന്ന് ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത്. മഹാരാഷ്ട്ര സർക്കാർ ഒരുക്കിയ ആ ഹൃദ്യമായ ചടങ്ങിൽ സൂര്യ എത്തിയപ്പോൾ ഇരമ്പിയാർത്തത് ആയിരക്കണക്കിന് ആരാധകരാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരമ്പരാഗതമായ പുണേരി പഗടി ധരിപ്പിക്കുകയും ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് മൈക്ക് കയ്യിലെടുത്ത മുഖ്യമന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ചു: സൂര്യകുമാർ യാദവ് ലോകകപ്പ് ജയിക്കുക മാത്രമല്ല ചെയ്തത്, ലോക ഭൂപടത്തിൽ മഹാരാഷ്ട്രയുടെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ അതുല്യ നേട്ടത്തിന് 10 കോടി രൂപയും DSP പോലീസ് പദവിയും സർക്കാർ നൽകുന്നു. ഈ പ്രഖ്യാപനത്തിനു പിന്നാലെ വിറയ്ക്കുന്ന കൈകളോടെ മൈക്ക് പിടിച്ച സൂര്യ പറഞ്ഞ വാക്കുകൾ ഓരോ ഭാരതീയന്റെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് സെഞ്ചുറികൾ നേടിയിട്ടുണ്ടെങ്കിലും എന്റെ ജന്മനാട് നൽകുന്ന ഈ ആദരവ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഒന്നാണ്. മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്ത് പ്രാക്ടീസിന് പോയിരുന്ന ആ പഴയ കാലം ഞാൻ ഓർക്കുന്നു. 30 വയസ്സുവരെ ഞാൻ ഇന്ത്യൻ ടീമിൽ എത്താൻ കാത്തിരുന്നു. ഈ 10 കോടി രൂപ എന്റേതല്ല, എന്റെ മോശം കാലത്തെന്നെ സന്തോഷിപ്പിച്ച ഓരോ മറാഠി മനുഷ്യനും ഭാരതീയനുമുള്ളതാണ്. ഈ യൂണിഫോം ഞാൻ അഭിമാനത്തോടെ ധരിക്കും, സൂര്യ പറഞ്ഞു. സത്യത്തിൽ 10 കോടി രൂപ എന്നതിലുപരി DSP എന്ന ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ പദവിക്ക് സമൂഹത്തിൽ വലിയ വിലയുണ്ട്. ക്രിക്കറ്റ് കരിയറിന് ശേഷവും ഒരു താരത്തിന് സുരക്ഷിതത്വവും ബഹുമാനവും ഇത് നൽകുന്നു. പണ്ട് മഹേന്ദ്ര സിംഗ് ധോണിക്കും ജോഗിന്ദർ ശർമ്മയ്ക്കും ലഭിച്ച അതേ എലൈറ്റ് പട്ടികയിലേക്ക് ഇപ്പോൾ സൂര്യയും ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇനി സൂര്യ വിരമിച്ചാലും പോലീസ് യൂണിഫോമിൽ രാജ്യത്തെ സേവിക്കുന്നത് നമുക്ക് കാണാം. പിന്നാലെ മുഖ്യമന്ത്രി ഫഡ്നാവിസിന്റെ വാക്കുകൾ വരും തലമുറയ്ക്കുള്ള സന്ദേശമായിരുന്നു. സൂര്യ ഞങ്ങളുടെ മണ്ണിലെ സിംഹമാണ്. യുവാക്കൾ തെറ്റായ വഴികളിലേക്ക് പോകാതെ സ്പോർട്സിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിയാൽ മഹാരാഷ്ട്ര സർക്കാർ നിങ്ങളെ തലയിലേറ്റി നടക്കും. ലോകകപ്പ് ജയിച്ച ആ 96 റൺസിന്റെ ചരിത്ര വിജയവും 10 കോടിയുടെ സമ്മാനവും പുതിയ DSP സാഹിബിന്റെ ആ കണ്ണുനീരും ഇന്ന് ഇന്ത്യയുടെ ഓരോ കോണിലും അലയടിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ മഹത്തായ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു ചിന്തിക്കുന്നു? ഇത്തരത്തിലുള്ള ആദരവുകൾ കായിക മേഖലയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ DSP സൂര്യകുമാർ യാദവിന്റെ ഈ പ്രചോദനകരമായ കഥ ലോകമെങ്ങും എത്തിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.